അങ്ങോട്ട് പോ മനുഷ്യ. ഇത് ഇങ്ങോട്ട് പോ. ഇവിടുന്ന് ബഹളം വെക്കാതെ ഇങ്ങോട്ട് വരാൻ. ചുമ്മാ ആളുകളോട് ബഹളം വെക്കാൻ അവിടെ നിൽക്കും. നിങ്ങളെ വെട്ടാനൊന്നും അല്ല മനുഷ്യ. പുറത്ത് 2 തേങ്ങ ഇരിപ്പുണ്ട്, പോയി പൊതിച്ചോണ്ട് വാ. തേങ്ങാതൊലിക്കാനായിരുന്നു പോകാൻ. ഒരു സമാധാനം തരത്തില്ല. വാമേ. ഇതാണോ അമ്മയുടെ തറവാട് വീട്? യെസ് ബേട്ടി, ഇറ്റ് ഈസ് മൈ തറവാട് വീട്. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, സൂപ്പർ. ഇത്രയും ഭംഗിയുള്ളൊരു വീടും പരിസരവും മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ പെട്ടെന്ന് എത്തിയോ? ഞാൻ പറഞ്ഞില്ലേ സമയത്ത് ചേട്ടാ. നിങ്ങളെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ. നാത്തൂനെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓ സുഖം. എല്ലാ തവണത്തെ പോലെ നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. 2 ദിവസം ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് നീ ഒരു വരവിങ്ങി വരും. എന്നിട്ട് ആ വൈകിട്ട് തന്നെ പൊടിയും തട്ടിയൊരു പോക്കാം. ഇത്തവണ അത് പറ്റത്തില്ല. അമ്പലത്തിലെ നേർച്ചയാ. 2 ദിവസം കഴിഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ തവണയും പോകുന്ന പോലെ ഇത്തവണ പോകാൻ പറ്റില്ലല്ലോ അമ്മ. അതെന്താ? ക്ഷേത്രത്തിലെ പരിഹാര ക്രിയകളെല്ലാം നടത്തിയിട്ടേ പോകും. എത്ര നാളായി എല്ലാരോടും ഒത്തുകൂടിയിട്ട്. കേട്ടോ മോളെ, പണ്ട് ശിവയുടെ താമസിക്കുമ്പോഴേ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടും. അന്നൊക്കെ ഒരു ഉത്സവം പോലെയായിരുന്നു. അതൊരു കാലം. അല്ല നാത്തൂനെ, മരുമക്കളാരും വരാതിരുന്നത് എന്താ? അവരും പൂജയിൽ പങ്കെടുക്കേണ്ടതല്ലേ? അവർക്കാർക്കും വരാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പൂജയിൽ പങ്കെടുക്കേണ്ടത് ഞാനും ശിവയല്ലേ? ഞങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ, അത് മതി. മോനെ ശിവോ, എന്തോക്കളെ സുഖമൊക്കെ തന്നെയേ? എന്ത് പറയുന്നു? ചുമ്മാ ചുമ്മാ ചോദിച്ചതാ. വെറുതെ എന്തുവാ നോക്കിക്കുന്നേ? വാ, എല്ലാവരും അകത്തോട്ട് വാ, അകത്തോട്ട് വാ മോളെ. വന്ന്
ശിവ എന്തുപറ്റി? എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഗോകുൽ. കാര്യങ്ങളൊക്കെ നമ്മളോട് തീരുമാനിച്ചോളാൻ ശ്രീയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ശ്രീയേട്ടന് വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പേടിച്ചിട്ടാ ഓരോ ദിവസവും ഇവരിവിടെ തള്ളി നീക്കുന്നത്. ഈ വീട്ടിനകത്ത് എന്തെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി പറയാനുള്ള അധികാരം പോലും ഞങ്ങൾക്കാർക്കും ഇല്ല. മായേച്ചെ പോലും ജ്യോതി ഇപ്പൊ വകവയ്ക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും ജ്യോതിയെ വകവയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് തന്നെ അവളും ചെയ്യുന്നു. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവളിപ്പൊ ഇങ്ങനെ പറയും. സൂര്യ ഇവളെ എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജ്യോതിയോട് ഇവൾക്ക് കുറച്ച് സിമ്പതി കൂടിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒരാള് മാത്രം അതിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. ചിത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതുവരെ എനിക്ക് അധികം കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. നിനക്കെന്താ ഇത്രയ്ക്കങ്ങ് മനസ്സിലാക്കാൻ? ബാലു, വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല. കൂടെ നിന്ന് ചതിക്കാനാണോ നിന്റെ ഭാവം? ഇതിനകത്ത് ചതിയുടെ ഇന്ന് ഒരു കാര്യമില്ല മായേച്ചി. സത്യത്തിൽ ജ്യോതി നമ്മൾ എന്തിനാ എതിർക്കുന്നത്? അവള് നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവള് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൂടി കാണണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ നീ അവളെ അമ്മായിയമ്മയായിട്ട് അംഗീകരിച്ചോ? അവൾ ആ ഭ്രാന്തനെ തിരിച്ചുകൊണ്ട് വന്നപ്പോ ആദ്യം എതിർത്തത് നീയല്ലേ? പിന്നെ ഇപ്പൊ എന്തിനാ വാക്ക് മാറ്റി പറയുന്നത്? ജ്യോതി ഇവൾക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു കാണും. അതെ, എനിക്കാരും ഒന്നും തരാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആരുടെ സൈഡ് പറയുന്നതും അല്ല. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജ്യോതി DKയുടെ ഭാര്യയാ. ആ സത്യം നമ്മൾ അംഗീകരിക്കുന്നത് തന്നെയാ നല്ലത്. കേട്ടില്ലേ ബാലു ഇവള് പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലേ ഇവൾ ആരുടെ പക്ഷത്താണെന്ന്? ചിത്രേ, നീ ഇവര് പറയുന്ന കേട്ട് ഇവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. SKക്ക് പണ്ടേ നമ്മളെ ഒന്നും ഇഷ്ടമല്ല. SK ഇവിടെ നിന്നാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അല്ല, നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലേ? DKയുടെ രക്തമാണ് SK. ഇവിടുത്തെ അമ്മ പ്രസവിച്ച മകൻ. അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയാൻ നമുക്കൊക്കെ എന്താ അവകാശം? അപ്പോ നമ്മളാരും ഈ വീട്ടിൽ ആരും അല്ലെന്നാണോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഈ വീട് നമ്മുടെ ഇതും കൂടിയാണ്. പക്ഷെ നമ്മൾ ഇത്രയും കാലം സംരക്ഷിച്ചത് DK അല്ലേ? നമുക്ക് വേണ്ടതൊക്കെ തന്ന് DK ഇനിയും നമ്മളെയൊക്കെ സംരക്ഷിക്കും. അതിൽ എനിക്ക് ഒരു സംശയവുമില്ല. നിന്റെ സംശയം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നീ വേണമെങ്കിൽ ജ്യോതി അമ്മായി അമ്മയായിട്ട് അംഗീകരിച്ചു. പക്ഷേ ഞങ്ങൾ ആരും അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുമായി ഗൂഢാലോചനയ്ക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്താടി പറഞ്ഞത്? ബാലു, വേണ്ട. ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. അഭിപ്രായം പറയാതിരിക്കാൻ ഞാൻ ആരുടെ അടിമയൊന്നും അല്ല.
അപ്പൊ അത് ശരി, അതുകൊണ്ട് അവര് വരാതിരുന്നതല്ലേ? ഞാൻ ആകെ ടെൻഷനിലാണ് നാത്തൂനെ. എത്ര കാലത്തിന് ശേഷം എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. അതോടെ വീട്ടിലെ ഹാപ്പി എല്ലാം പോയി. ശിവ തിരിച്ചു വന്നത് മരുമകക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അവന്റെയും കൂടെ വീടല്ലേ. സത്യത്തില് കല്യാണം കഴിഞ്ഞ അവരല്ലേ അവിടുന്ന് മാറി താമസിക്കേണ്ടത്? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അമ്മായി. അവരൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങളാണെന്നാ DKയുടെ അമ്മയുടെ ഒക്കെ വിചാരം. DK ആണെങ്കിൽ അവരുടെ എല്ലാ കാര്യവും സ്വയം അങ്ങ് ഏറ്റെടുത്ത് സ്വന്തം ഉത്തരവാദിത്തം പോലെ അങ്ങ് ചെയ്തു കൊടുക്കും. അവർക്കാർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പിടിയുമില്ല. DK പറയുന്നതെല്ലാം അവരനുസരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അവർക്കെല്ലാം DKയോട് എതിർപ്പുണ്ട്. കല്യാണം കഴിച്ചതോടുകൂടി അവർക്കെല്ലാം വേറെ കുടുംബങ്ങളുമായി. ഇനിയെങ്കിലും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ ജീവിക്കാൻ അനുവദിക്കണം. പക്ഷെ DK ഇപ്പോഴും കോഴിക്കുഞ്ഞുങ്ങളെ പോലെ സ്വന്തം ചിറകിനിടയിൽ അവരെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുക. ഇങ്ങനെ പോയ ഒരു കാര്യം ഉറപ്പാ, ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്ന അവരൊരുപാട് ബുദ്ധിമുട്ടും. ജ്യോതിമോള് പറയുന്നതിലും കാര്യമുണ്ട് നാത്തൂനെ. അവരെ മാറ്റി താമസിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഇപ്പൊ ശിവ വന്നതോടുകൂടി അവിടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നത് തന്നെയാ. ഐ നോ നാത്തൂനെ, എനിക്കറിയാം. പക്ഷെ എന്റെ മോൻ അവരെ വളർത്തിയത് നേരത്തെ ജ്യോതി പറഞ്ഞതുപോലെ തള്ളക്കോഴി ചിറകിനടിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയാ. അതിന്റെ ലവ് അവരോട് ഇത്തിരി കൂടുതൽ ഉണ്ട് താനും. അമ്മ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. പക്ഷെ അവരിപ്പോ DKയോട് എതിർത്ത് സംസാരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാ? DKയോടുള്ള വിധേയത്വം കൂടുതലുള്ളതുകൊണ്ടാണോ, അതോ DKയ്ക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ടാണോ? രണ്ടും അല്ലല്ലോ. എല്ലാത്തിനേക്കാളും വലുത് സ്വന്തം ജീവിതമാണെന്ന് അവർക്കിപ്പോ മനസ്സിലായി തുടങ്ങി. അത് തന്നെയാ കാരണം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരെയൊക്കെ മാറ്റി താമസിപ്പിക്കണമെന്ന്. എന്നായാലും അവർക്കൊരു ജീവിതം ഉണ്ടായല്ലേ പറ്റൂ. അപ്പൊ പിന്നെ ഇപ്പോഴേ മാറി താമസിക്കുന്നതിൽ എന്താ തെറ്റ്? ശിവിക്ക് പണ്ടേ അവരെ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് കൂടുതൽ സമയവും അവൻ ഇവിടെ തന്നെയായിരുന്നു. അവനും അമ്മാവനും തമ്മില് വലിയ കൂട്ടായിരുന്നു. അവന്റെ എല്ലാ തമാശകൾക്കും കോമാളി വേഷം കെട്ടി അമ്മാവൻ കൂടെ നിൽക്കും. പക്ഷേ അവനിപ്പോ ആകെ മാറി അല്ലേ നാത്തൂനെ? ഒരു നല്ല ചിരി പോലും അവന്റെ മുഖത്തില്ല. അപ്പോ ശിവ ഇവിടെ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നോ? അവന് ഏറ്റവും ഇഷ്ടം ഇവിടെ താമസിക്കാനാ. ഈ വീടിനകത്തെ പല കാര്യങ്ങളും അവന്റെയും കൂടി ഇഷ്ടത്തിനനുസരിച്ചുണ്ടാക്കിയെടുത്തതാ. അവനെ ഒരു കല്യാണം കഴിപ്പിച്ച് ഇവിടെ താമസിപ്പിക്കണമെന്നായിരുന്നു എന്റെ അമ്മാവന്റെ ആഗ്രഹം. അതിനിടയ്ക്കാ എല്ലാം കൈവിട്ടു പോയത്. എനിക്ക് ടെൻഷനുണ്ട് നാത്തൂനെ. പഴയ മെമ്മറീസ് ഒക്കെ അവന്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നാലോ? അത് ഡേഞ്ചർ ആവൂലേ നാത്തൂനെ? അല്ലമ്മേ, ഈ പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാ? അത് പിന്നെ അവന്റെ പഴയ സ്റ്റേജ് പ്രോഗ്രാമും വയലിൻ വായനയും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആവുമ്പോ അമ്മാവനെയും വിളിച്ച് അവനാ പോമുഖത്ത് പോയിരിക്കും. എന്നോട് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പറയും. എന്നിട്ട് രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് പാതിരാത്രി വരെ അവിടെ ഇരിക്കും. അതിനിടയ്ക്ക് അവൻ അമ്മാവനെ വയലിൻ വായിച്ച് കേൾപ്പിക്കും, ഡാൻസ് കളിക്കും, സ്റ്റേജ് പ്രോഗ്രാം നടത്തി കാണിക്കും. അങ്ങനെ എന്തൊക്കെ തമാശകളായിരുന്നു അല്ലേ നാത്തൂനെ? അല്ല, ഇതൊക്കെ എങ്ങനെ ഡേഞ്ചർ ആവുന്നേ? ഇതൊക്കെ ഓർക്കാൻ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ? സത്യത്തിൽ അതാണോ നിങ്ങൾ പറഞ്ഞത്? അത് തന്നെ സത്യം മോളെ. ഞങ്ങള് പറഞ്ഞത് ഇതിനെ കുറിച്ച് തന്നെയാ. ഇനി ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ വഴിയെ പറയാം. മോൾ അപ്പുറത്ത് ചെന്നേ ഈ വീടൊക്കെ ഒന്ന് കാണാം. ചെല്ലും മോളെ. അടുക്കള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ലു മോളെ.
രക്ഷപ്പെട്ടു. എന്റെ പൊന്നു നാത്തൂനെ, അറിയാതെയാണെങ്കിലും ഇനി ഒന്നും വായിന്ന് വീണു പോവില്ലേ? എങ്ങനെയെങ്കിലും ഈ പരിഹാരക്രിയകളൊക്കെ ഒന്ന് കഴിയുന്നത് വരെ അനിഷ്ടങ്ങൾ ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ. പിന്നെ ഞാന് ഇവിടെ എല്ലായിടത്തും നോക്കി, പക്ഷെ കണ്ടില്ല. അപ്പോഴേ തോന്നി നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല, ഇപ്പൊ അവരൊന്നും ഇവിടെ ഇല്ല. ബോംബെയിലോ മദ്രാസിലോ ഹൈദരാബാദിലോ എവിടെ നിന്നൊക്കെ കേട്ടത്. ഓ, ഇപ്പൊ അവള് വലിയ സിനിമ നടിയല്ലയോ. തമിഴ്, തെലുങ്ക്, ഉറുദു, കന്നഡ, അങ്ങനെ ഭയങ്കര തിരക്കല്ലയോ. ഓ, ആ വഴി നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, അതെ അമ്മാവാ. എന്താണ്? അമ്മാവിനിപ്പോ ശിവയോട് പറഞ്ഞില്ലേ, അതെല്ലാം ഞാൻ കേട്ടു. അതിനിപ്പോ ഞാനെന്താ പറഞ്ഞു? അതെ, അവരാരും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ, അതാരാ? അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അന്നേ ഇവരിവിടെ താമസിക്കുമ്പോഴേ കുറെ അലവരാതി പിള്ളേരുണ്ടായിരുന്നു, വഷളന്മാര് ഇവിടെ താമസിച്ചിരുന്നു. ഇപ്പൊ അവരാരും ഇവിടെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. സത്യം. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാവരും എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. എസ്കയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഇവിടെയുണ്ട്. അതെന്തായിരിക്കും? DKയോട് ചോദിച്ചാലോ? എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ എവിടെ നിന്നാ നിനക്കെന്താ? എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാതെ നിനക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും ജോലിക്ക് സഹായിച്ചൂടെ? ആ, അതുകൊള്ളാം. അടുക്കള ചെന്നപ്പോ അമ്മായി പറഞ്ഞു വീട് ചുറ്റും നടന്നു കാണാൻ. ഇവിടെ വന്നപ്പോ നിങ്ങൾ പറയുന്നു അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ. ഹലോ, ഞാനേ ഈ വീട്ടിലെ ഗസ്റ്റാ. അടുക്കള കയറി ജോലി ചെയ്യാനൊന്നും വന്നതല്ല. നീ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് കരുതി സമാധാനിച്ചിരുന്നാ ഞാൻ. ശിവയുടെ കൂടെ നീ കെട്ടിയെഴുന്നള്ളി വരുമെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഈ പൂജ നടത്തിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ ഇവിടേക്ക് വരാൻ നിൽക്കില്ലായിരുന്നു. കെട്ടിയെഴുന്നള്ളിക്ക് ഞാനെന്താ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയാ? നീ ആരാണെന്ന് സ്വയം അങ്ങ് ആലോചിച്ച് നോക്കിയാ മതി. അത് ശരിയാ, ഞാനത് സ്വയം ഒരുപാട് ആലോചിച്ചു നോക്കി. ഒടുവിൽ അതിന് ഉത്തരം കിട്ടുകയും ചെയ്തു. എന്തുത്തരം?